ഞാനൊരു സിനിമ നിരൂപണനല്ല, മറിച്ച് ഞാനൊരു ആസ്വാദകനാണ്. സിനിമയെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനാണ്. പക്ഷെ അശ്വന്ത് കൊക്കിന്റെ ചില പ്രസ്താവനകളോടും ചില സിനിമയോടുള്ള സമീപനത്തോട് തീർത്തും എതിർപ്പ് തന്നെയാണ് ഈ സാധാരണക്കാരനായ എനിക്കുമുള്ളത്. ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. സിനിമയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അശ്വന്ത് കൊക്കിന്റെ റിവ്യൂവും അതുപോലെ തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനം ഇന്ന് നമ്മുടെ സൊസൈറ്റിക്കകത്തുണ്ട്. ആ റിവ്യൂ കണ്ട് സിനിമയെ കാണാൻ പോകുന്ന ആളുകളുടെ എണ്ണം കുറവല്ല. പക്ഷേ അശ്വന്ത് കൊക്ക് എല്ലാ സിനിമയിലും പറയുന്ന സിനിമയുടെ നിരൂപണം സത്യസന്ധമാണോ? അതോ ചില സിനിമകളെയോ ചില നടന്മാരെയോ ചില പ്രൊഡ്യൂസർമാരെയോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന അശ്വന്ത് കൊക്ക് നിരൂപണം നടത്താറുണ്ടോ സിനിമയെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കഴിഞ്ഞ ദിവസം റിലീസായ ഒരു മമ്മൂട്ടിയുടെ ചിത്രമുണ്ട്, ബസൂക്ക. ആ ബസൂക്ക സിനിമയെക്കുറിച്ച് അതിശക്തമായ രീതിയിലുള്ള എതിർപ്പാണ് അശ്വന്ത് കൊക്ക് തന്റെ വീഡിയോയിലൂടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു അഭിനേതാവായ ഒരു നടൻ ഒരു മീഡിയയുടെ മുന്നിൽ അശ്വന്ത് കൊക്ക് സിനിമ കണ്ടിട്ട് തന്നെയാണോ ഈ റിവ്യൂ നടത്തിയെന്ന് പോലും ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അശ്വന്ത് കൊക്ക് തീർച്ചയായിട്ടും ഇനി റിവ്യൂ ചെയ്യുമ്പോൾ വിശ്വാസ്യത വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അശ്വന്ത് കൊക്ക് ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇനിയെങ്കിലും അശ്വന്ത് കൊക്ക് വീഡിയോ ചെയ്യുമ്പോൾ തൊട്ടരികിലേക്ക് ഒരു ടിക്കറ്റും കൂടി വെച്ചിട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം താങ്കളുടെ റിവ്യൂവിൽ ഇന്ന് കുറെ ആളുകൾക്ക് അതൃപ്തിയുണ്ട്. കാരണം സിനിമാക്കാർക്കല്ല, പ്രേക്ഷകർക്കും അതിൽ ചെറിയ അതൃപ്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ താങ്കൾ ചില സിനിമകളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചില സിനിമകളെ എന്നാൽ അതിനെ നല്ല രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഒരു വീഡിയോയിൽ താങ്കൾ തന്നെ പറയുകയുണ്ടായി, താങ്കളുടെ സുഹൃത്തായ ഒമർ ലുല്ലുവിന്റെ വീഡിയോ അല്ലെങ്കിൽ ഒമർ ലുല്ലുവിന്റെ സിനിമകളെ താങ്കൾ ഒരിക്കലും നിരൂപണം നടത്തത്തില്ല. എന്തുകൊണ്ടാണ് അതൊരു ബാലൻസിങ്ങിൽ നിർത്തുന്നത്? ഇതേപോലെ താങ്കൾക്ക് ഒരു സുഹൃത്തിനു വേണ്ടി ഇത്രയും ഫേവർ ചെയ്യുമ്പോൾ താങ്കൾക്ക് ഒരാളോട് പകയുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ മുതലാക്കാൻ താങ്കളുടെ സോഷ്യൽ മീഡിയ കൊണ്ട് താങ്കൾക്ക് സാധിക്കും. താങ്കൾക്കുള്ള റീച്ചും അതുപോലെ തന്നെ താങ്കൾക്കുള്ള പ്രേക്ഷക പിന്തുണയും വെച്ച് ഒരു നല്ല സിനിമയെ നശിപ്പിക്കാനും താങ്കളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നടത്തുന്ന റിവ്യൂ എത്രത്തോളം ജെന്യൂൻ ആണെന്ന് വിലയിരുത്തപ്പെടണം. അത് കാണാൻ പോകുന്ന പ്രേക്ഷകൻ റിവ്യൂ നോക്കി സിനിമ വിലയിരുത്തുന്ന കാലഘട്ടം മാറ്റിവിടണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിനിമ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുക. ഇപ്പൊ അശ്വന്ത് കൊക്കിന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്, എനിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സിനിമ എപ്പോഴും നമ്മൾ തിയേറ്ററുകളിൽ പോയി തന്നെ അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും അവരവരുടെ സിനിമ വളരെ മികച്ചത് തന്നെയായിരിക്കും. ഇപ്പൊ ഒരു നടനെ വളരെ രീതിയിൽ ആ നടന്റെ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അതിന് ഒരുപാട് റീച്ചും കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. അതായത് ഞാൻ ആളുടെ പേരും പറയാം, ധ്യാൻ ശ്രീനിവാസൻ എന്ന ആളുടെ പേര്. ആ നടന്റെ പടം ഇറങ്ങി മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അശ്വന്ത് കൊക്ക് നെഗറ്റീവ് റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രിപ്പയർഡ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് വരെ തയ്യാറാക്കി പ്രിപ്പയർഡ് ആണ് ഇതിന്റെ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടി. ലൈക്ക് എ ബോംബ്, അങ്ങനെയുള്ള ഒരുപാട് വേർഡുകൾ ഉപയോഗിച്ച് നടന്മാരെ വളരെ രീതിയിൽ മോശമായിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഈ അശ്വന്ത് കൊക്ക് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. ചില റിവ്യൂസ് ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി എനിക്കും അശ്വന്ത് കൊക്കിന്റെ ചില റിവ്യൂസിനോടൊക്കെ ഞാൻ യോജിച്ചിട്ടുണ്ട്. കാരണം പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില എക്സ്പീരിയൻസുകൾ അശ്വന്ത് കൊക്ക് തന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. തീർത്തും ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അശ്വന്ത് കൊക്കിന്റെ വീഡിയോക്കകത്തുണ്ട്. അപ്പോ എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് ആണോ മറ്റുള്ളവർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. എനിക്കെതിരായിട്ട് അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അതിന്റെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.